കഴിഞ്ഞ കുറച്ച് നാളുകളായി ലോകരാഷ്ട്രീയ മേഖലയിൽ ഏവരും ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ അലി ഖമേനിയുടേത്. ഇറാൻ എന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും മതവും സൈനികവും സാമൂഹ്യവും തുടങ്ങി എല്ലാ മേഖലകളിലും തന്നെ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി നായകനായി നിലനിൽക്കുന്നത് അലി ഖമേനിയാണെന്ന് പറയാം. 1979 ഇറാൻ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം രൂപം കൊണ്ട പുതിയ രാഷ്ട്രീയ സംവിധാനത്തിൽ നിർണായക വ്യക്തിത്വമായും 1989 ശേഷം പരമാധികാരിയായും അലി ഖമേനി നിലകൊണ്ടു. അന്നൊക്കെ ഉണ്ടായിരുന്ന ലോകമേഖലയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചിന്തകൾക്കും ആശയങ്ങൾക്കും ഭരണരീതിക്കുമൊക്കെ ഇറാനിലെ മണ്ണിൽ വേരുറപ്പിച്ചതിലും നിർണായക ശക്തിയായി അലി ഖമേനി ഉണ്ടായിരുന്നു. അപ്രകാരം രൂപം കൊണ്ട ഇറാനും അതിൻ്റെ പരമാധികാരിയായ അലി ഖമേനിയും അമേരിക്കയെയും ഇസ്രയേലിനെയും പൂർണ്ണമായി ശത്രുക്കളായി കരുതുകയും അവരുടെ മേഖലയിൽ വേറിട്ട ഒരു ശക്തിയായി ഉയരാനും ആരംഭിച്ചു. ഇന്നത് ഒരു യുദ്ധത്തിലേക്കും വഴി തുറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ അലി ഖമേനിയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത്. അലി ഖമേനിയുടെ ജീവിതവും പെട്ടെന്ന് അധികാരത്തിലേക്കുള്ള ഉയർച്ചയും എല്ലാം തന്നെ അപ്രതീക്ഷിതമോ നിഗൂഢത നിറഞ്ഞതോ ആയ കാര്യങ്ങളാണെന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. 1939 ജൂലൈ 15 ഖൊറാസൻ പ്രവിശ്യയിലെ മാഷദ് നഗരമേഖലയിലാണ് സയ്യദ് അലി ഹുസൈനി ആയത്തുള്ള അലി ഖമേനി ജനിക്കുന്നത്. സാധാരണക്കാരനായിരുന്ന മതപണ്ഡിതനായിരുന്ന ജവേദ് ഖമേനിയുടെയും ഖദീജയുടെയും 5ാമത്തെ മകനായിരുന്നു അലി ഖമേനി. 4ാം വയസ്സിൽ പരമ്പരാഗത മതപഠന സ്കൂളിൽ ചേർന്ന അദ്ദേഹം എഴുത്തും വായനയും അഭ്യസിച്ചു. പിന്നീട് മാഷദ് സെമിനാരിയിൽ ഇസ്ലാമിക് തിയോളജി പഠിക്കുകയും ചെയ്തു. 18 വയസ്സായതോടെ ഇറാഖിലെ നജഫ് നഗരത്തിലെത്തുകയും തിയോളജി പഠനം തുടരുകയും ചെയ്തു. എങ്കിലും അധികം താമസിയാതെ ഇറാനിലേക്ക് തന്നെ തിരിച്ചെത്തി ഖോം നഗരത്തിൽ തൻ്റെ പഠനം തുടർന്നു. അങ്ങനെ 1958 മുതൽ 1964 വരെ അലി ഖോമിലാണ് ജീവിക്കുന്നത്. ഇവിടെ വച്ചാണ് ഇറാൻ വിപ്ലവത്തിൻ്റെ നായകനാകുന്ന റുഹുള്ള ഖൊമേനിയെ അദ്ദേഹം പരിചയപ്പെടുന്നത്. 1960കളിലും 70കളിലും ഷായുടെ ഭരണത്തിനെതിരെ വലിയ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ഈ ഒരു കാലഘട്ടത്തിൽ നിർണായക ശക്തിയായി അലി ഖമേനിയും ഉണ്ടായിരുന്നു. 1960കളിൽ തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും തടവിലിടുന്ന അവസ്ഥകളുമൊക്കെ ഉണ്ടായി. അതുപോലെ പഴയ ഇറാൻ രഹസ്യ പോലീസായിരുന്ന സവാക്കിൻ്റെ മർദ്ദിത ചോദ്യം ചെയ്യലുകളും നാട് കടത്തലുമൊക്കെ അദ്ദേഹത്തിന് നേരിടേണ്ടതായും വന്നു. ഇത്തരത്തിൽ ഷാ ഭരണകൂടത്തിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ അദ്ദേഹത്തിലെ രാഷ്ട്രീയത്തെ ചിട്ടപ്പെടുത്തി എന്നും പറയാവുന്നതാണ്. 1970 കാലത്ത് ഖോമിലെ യുവ പണ്ഡിതരെ ചേർത്ത് രഹസ്യ സംഘടനകൾ തന്നെ രൂപീകരിക്കുകയും മതരാഷ്ട്രീയ മേഖലകളിലൊക്കെ തന്നെയും നിർണായക ശക്തിയായതോടും കൂടി അദ്ദേഹം റുഹുള്ള ഖൊമേനിയുടെ വിശ്വസ്തനായി മാറുകയുണ്ടായി. ഇറാനിലെ വിപ്ലവകാലത്തൊക്കെയും നിർണായക പങ്കുമായി അലി ഖമേനിയും നിലകൊണ്ടു എന്ന് അപ്രകാരം പറയാം. വിദേശ സ്വാധീനത്തിനെതിരായ നിലപാടിലും ഇസ്ലാമിക ഭരണ സംവിധാനം എന്ന ആശയത്തിലും ഉറച്ചു നിന്ന ഒരാൾ കൂടിയായിരുന്നു അലി ഖമേനി. ഏതായാലും ഷായുടെ ഭരണത്തിനെതിരെ കൂടുതൽ പോരാട്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അപ്രകാരം 1979 ഇറാനിൽ വലിയ ഭരണമാറ്റം തന്നെ സംഭവിക്കുകയുമുണ്ടായി. ഷാ രാജ്യം വിടുകയും നാട് കടത്തപ്പെട്ടിരുന്ന റുഹുള്ള ഖൊമേനി തിരിച്ച് ഇറാനിലെത്തുകയും ചെയ്തു. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് എന്നാൽ അന്ന് ഖൊമേനി സൃഷ്ടിച്ചത്. ഈ സമയങ്ങളിൽ ഖൊമേനിയുടെ വിശ്വസ്തനായും വിപ്ലവ കൗൺസിലിൻ്റെ അംഗമായും നിലകൊണ്ട അലി ഖമേനി ഇറാനിലെ പുതിയ ഭരണ സംവിധാനത്തിൽ ആദ്യം പ്രതിരോധ ഉപമന്ത്രിയാവുകയുണ്ടായി. പിന്നീട് ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാപക അംഗമായും IRGCയുടെ ആദ്യകാല ഉപദേഷ്ടാവായും ടെഹ്റാനിലെ ഇമാമായും പ്രതിരോധ കൗൺസിലിലെ ഖൊമേനിയുടെ പ്രതിനിധിയായും പ്രവർത്തിക്കുകയുണ്ടായി. ഷാക്കെതിരായ പോരാട്ടങ്ങളും വിപ്ലവ വിജയങ്ങളും ഒക്കെ ഒട്ടനവധി ഗ്രൂപ്പുകൾ ചേർന്ന് നടത്തിയതാണെങ്കിൽ ഇറാൻ്റെ ഭരണ സംവിധാനം തന്നെ ആകെ മാറുന്നതിനാണല്ലോ ഖൊമേനി നേതൃത്വം നൽകിയത്. അതിനെ തുടർന്ന് റുഹുള്ള ഖൊമേനിക്കെതിരെയും വലിയ പോരാട്ടങ്ങളൊക്കെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. 1978-83 കാലഘട്ടത്തിൽ ഈ ഒരു രീതിയിൽ ഇറാൻ അസ്ഥിരമായിരുന്നു എന്നുകൂടി പറഞ്ഞു വയ്ക്കാം. ഇറാനിലുണ്ടായിരുന്ന മതേതര ഇടതുപക്ഷ ദേശീയവാദി ഗ്രൂപ്പുകൾക്കെതിരെ ഈ ഒരു കാലഘട്ടത്തിൽ ശക്തമായ നടപടികൾ എടുക്കുന്നതിന് ഖമേനിയും നേതൃത്വം നൽകി. എതിർത്തിരുന്നവരെ വ്യാപകമായി അറസ്റ്റ് ചെയ്തും വധശിക്ഷ നടപ്പാക്കിയും ഇറാൻ ഇല്ലാതാക്കി എന്ന് തന്നെ പറയാം. 1981 ഇറാൻ പ്രസിഡൻ്റായിരുന്ന മുഹമ്മദ് അലി രാജയുടെ കൊലപാതകത്തിന് ശേഷം
അലി ഖമേനി ഇറാൻ്റെ പ്രസിഡൻ്റായി മാറുകയുണ്ടായി. 1981 തെരഞ്ഞെടുപ്പിൽ 97% വോട്ടും 1985 87% വോട്ടും നേടി ആദ്യമായി ഒരു മതപണ്ഡിതൻ ഇറാൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും പുതിയ രീതികളെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. പരമോന്നത ഭരണാധികാരിയായി റുഹുള്ള ഖൊമേനിയും പ്രസിഡൻ്റായി അലി ഖമേനിയും വന്നതോടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ എല്ലാ ചട്ടങ്ങളും ഘട്ടം ഘട്ടമായി ഇറാനിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാം. ഇദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ് IRGCയെ ഒരു ശക്തമായ രാഷ്ട്രീയ സംവിധാനമായി വളർത്തിയെടുക്കുന്നത്. ഇറാനെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുന്നതിന് ഇത് സഹായകമായി. അതുപോലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്തും അദ്ദേഹം IRGCക്കൊപ്പം നിന്ന് അടുത്ത ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും അവിടെയൊക്കെയും നിർണായക വ്യക്തിത്വമായി നിലകൊള്ളുകയുമുണ്ടായി. ഇതിനിടയിൽ 1981 അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയും അതിൽ അദ്ദേഹം ഗുരുതരമായി പരിക്കേൽക്കുന്ന അവസ്ഥകളുമുണ്ടായി. അതുപോലെ 1985 ടെഹ്റാൻ സർവകലാശാലയിൽ വച്ചും ഇതുപോലൊരു ആക്രമണ ശ്രമമുണ്ടായി. 1989 ഇറാനിലെ വിപ്ലവത്തിനൊക്കെ നേതൃത്വം കൊടുത്ത പരമോന്നത ഭരണാധികാരിയായിട്ടുള്ള റുഹുള്ള ഖൊമേനി മരിക്കുന്നത്. തുടർന്ന് അടുത്ത സുപ്രീം ലീഡറിനെ തിരഞ്ഞെടുക്കാനായി അസംബ്ലി ഓഫ് എക്സ്പേർട്സ് കൂടുകയുണ്ടായി. ഏറ്റവും ഉയർന്ന മതപദവി അഥവാ മർജ ഉള്ളവർ ഉണ്ടായിരുന്നെങ്കിൽ പോലും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറഞ്ഞപ്പോൾ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഖമേനിയുടെ പേരിനൊപ്പമാണ് നിലകൊണ്ടത്. 74 അംഗങ്ങളിൽ 60 വോട്ട് നേടിയാണ് ഖമേനി അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പരമാധികാരി ആവുന്നതിനായി ഭരണഘടന തന്നെ ഭേദഗതി ചെയ്ത് മർജ എന്ന ഉയർന്ന മതപദവി നിർബന്ധമല്ലെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്രകാരം ഇറാൻ്റെ പരമോന്നത നേതാവായി അലി ഖമേനി മാറുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് സുപ്രീം ലീഡറിൻ്റെ അധികാരം വർദ്ധിപ്പിക്കുകയും അതുവരെയും ശക്തമായ പദവിയായിരുന്ന പ്രധാനമന്ത്രി പദം തന്നെ ഇല്ലാതാവുകയും പ്രസിഡന്റിന് അധികാരങ്ങൾ കൂടുതലായി നൽകുകയുമുണ്ടായി. സുപ്രീം ലീഡറിന് പ്രധാനപ്പെട്ട എല്ലാ നിയമനങ്ങളിലും സൈനിക മേഖലയിലും മാധ്യമ മേഖലയിലും സാമൂഹികമായ വ്യവസ്ഥകളിലും എന്തിനേറെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ അംഗീകാരത്തിലും വരെ അന്തിമ അധികാരം നൽകുകയും ചെയ്തു. തൻ്റെ ആശയങ്ങളെ എതിർത്തിരുന്നവരെ തകർക്കാൻ നടപടികളെടുത്ത ഖമേനി തൻ്റെ ഭരണകൂടത്തിൻ്റെ സ്ഥിരതയും വിപ്ലവ മൂല്യങ്ങളും സംരക്ഷിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുകയും ചെയ്തു. ഇറാനിലെ വിപ്ലവത്തിന് ശേഷം പുതിയ ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയെയും ഇസ്രയേലിനെയും പ്രധാന ശത്രുക്കൾ എന്ന നിലയിലുള്ള വിദേശ നയമായിരുന്നല്ലോ സ്വീകരിച്ചത്. മിഡിൽ ഈസ്റ്റിലെ മറ്റു പല അറബ് രാജ്യങ്ങളും പാശ്ചാത്യ മേഖലകളുമായി അടുക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത രാജ്യം കൂടിയാണ് ഇറാൻ എന്നത്. അതിൻ്റെ അടയാളമെന്നോളം ഇറാൻ സൃഷ്ടിച്ചെടുത്തതാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നത്. 1982 ഇസ്രയേൽ ലബനനിൽ സൈനിക നടപടി നടത്തിയതിനു ശേഷം ഇറാൻ്റെ പിന്തുണയോടെ ഹിസ്ബുള്ള അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇറാൻ ധനസഹായവും പരിശീലനവും നൽകി ഹിസ്ബുള്ളയെ വളർത്തി. ഹമാസും അതുപോലെ തന്നെ. 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷം ഇറാനോട് അനുകൂലമായി നിന്നിരുന്ന ഷിയ മിലിഷ്യകൾ ശക്തി നേടുകയും ഇറാഖിലും ഇറാൻ ഒരു ശക്തിയായി മാറുകയുണ്ടായി. കഴിഞ്ഞ കുറേ കാലം വരെ ബാഷർ അൽ അസദിൻ്റെ സിറിയൻ ഭരണകൂടത്തെ സംരക്ഷിച്ചു നിർത്തിയതിലും ഇറാൻ്റെ പങ്ക് വലുതാണ്. യമനിലെ ഹൂത്തി മുന്നേറ്റത്തിനും ഇറാൻ വലിയ തോതിൽ പിന്തുണ നൽകി. ഇത്തരത്തിൽ അലി ഖമേനിയുടെ നേതൃത്വത്തിൽ അമേരിക്കക്കെതിരെയും ഇസ്രയേലിനെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുകയും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പുതിയൊരു നേതൃത്വം എന്ന തലത്തിലേക്ക് ഉയരുകയും ചെയ്തു. അമേരിക്കയെ എതിർക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്ക വലിയ തോതിൽ ഉപരോധങ്ങളും ഇറാനുമേൽ അടിച്ചേൽപ്പിക്കുകയുണ്ടായി. ഇറാൻ എന്ന രാജ്യത്തിൽ IRGCയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും അലി ഖമേനിയാണെന്ന് പറയേണ്ടതുണ്ട്. ആണവായുധങ്ങൾക്കെതിരെ ഫത്വ പ്രഖ്യാപിച്ച നേതാവ് കൂടിയായിരുന്നു അലി ഖമേനി എങ്കിലും അന്താരാഷ്ട്ര മേഖലയിൽ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്ന നിലയിൽ തന്നെ വലിയ ഏറ്റുമുട്ടലുകൾ നേരിടേണ്ടതായി വന്നു. ഭരണകൂടത്തിനെതിരായി 2000-നിപ്പുറം പല കാലത്തും പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ അതിനെയൊക്കെ ഇറാൻ അടിച്ചമർത്തുകയുണ്ടായിട്ടുണ്ട്. 1999, 2009, 2017, 2020, 2025 സാമ്പത്തിക പ്രതിഷേധം തുടങ്ങി ഒട്ടനവധി പ്രതിഷേധ സ്വരങ്ങളും അലി ഖമേനിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഇവയിലൊക്കെ തന്നെയും ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുകയും അതിലും എത്രയോ പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയ തോതിലുള്ള ഉപരോധങ്ങളും ഇറാന് കഴിഞ്ഞ കാലങ്ങളിൽ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണരീതികൾ, മതവ്യാഖ്യാനങ്ങൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ, സൈനികവൽക്കരണം, സാമ്പത്തിക സാമൂഹിക നിയന്ത്രണങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലെ ഇടപെടലുകൾ തുടങ്ങിയവയൊക്കെ അനുകൂലിക്കുന്നവരെയും പ്രതികൂലിക്കുന്നവരെയും കാണാം. മറ്റൊരർത്ഥത്തിൽ ഇറാൻ്റെ മുന്നോട്ടുള്ള വഴികളെ കൂടി അത് കാട്ടിത്തരും.
അലി ഖമേനിക്കെതിരെ കാലങ്ങളായി വിമർശനങ്ങൾ, വെല്ലുവിളികൾ തുടങ്ങിയവ ഉയർന്നപ്പോഴും തൻ്റെ ഭരണകൂടം നിലനിർത്താൻ അദ്ദേഹം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചതായി കാണാം. സാമ്പത്തിക ഉപരോധത്തിൽ ഇറാൻ തളർന്നു തുടങ്ങിയപ്പോഴും അലി ഖമേനി അട്ടിമറിക്കപ്പെട്ടാൽ ഇറാൻ അസ്ഥിരമാവുമെന്നും കെട്ടുറപ്പില്ലാത്ത കലാപങ്ങളുടെ ഒരു ഭൂമിയാകുമെന്നും ഇറാനിലെ പ്രതിപക്ഷ സ്വരങ്ങൾ പോലും കരുതിയിരുന്നു. പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അലി ഖമേനി തൻ്റെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോയിട്ടില്ല എന്നും കാണാം. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ അമേരിക്കയും ഇസ്രയേലും ഘട്ടം ഘട്ടമായി തകർക്കുകയും ഒടുവിലെ വാർത്തകൾ പ്രകാരം ഇറാൻ തന്നെ ആക്രമിച്ച് പരമോന്നത നേതാവായ അലി ഖമേനിയെ തന്നെ വധിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി ലോകമിപ്പോൾ കേട്ടിരിക്കുന്നു. ഏതാണ്ട് 37 വർഷം ഇറാനെ നയിച്ച അലി ഖമേനി ഇല്ലാതായതിലൂടെ ഇറാനിൽ വലിയ ഭരണമാറ്റങ്ങൾ സംഭവിക്കുമോ എന്നും ഇറാൻ്റെ തിരിച്ചടികൾ എങ്ങനെയൊക്കെ എന്ന നിലയിലും ലോകക്രമത്തിൽ കലുഷിതമായൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുകൂടി പറയാം.